ഓം മഹാദേവീ നമ. നവരാത്രിയുടെ 2ാം ദിവസം ബ്രഹ്മചാരിണി ഭാവത്തിലാണ് അമ്മയെ ആരാധിക്കുന്നത്. ബ്രഹ്മം എന്നാൽ തപസ്, ചാരിണി എന്നാൽ സഞ്ചരിക്കുന്നവൾ, തപസ്സിലൂടെ സഞ്ചരിക്കുന്നവൾ. എല്ലാ ജ്ഞാനവും ബോധവും ഉൾക്കൊണ്ട് തപസ് അനുഷ്ഠിച്ചതുകൊണ്ടാണ് ദേവിയെ ബ്രഹ്മചാരിണിയായി ആരാധിക്കുന്നത്. ഹിമവാന്റെ പുത്രിയായി ജനിച്ച പാർവതി ദേവി നാരദ മഹർഷിയുടെ നിർദ്ദേശപ്രകാരം ഭഗവാനെ ഭർത്താവായി ലഭിക്കാൻ തപസ് അനുഷ്ഠിക്കുകയായിരുന്നു. പരിപൂർണ ഉപവാസത്തോടെ വർഷങ്ങളോളം സർവവും ത്യജിച്ച് മനദൃഢതയോടെ തപസ് ചെയ്ത പാർവതി ദേവിയാണ് ബ്രഹ്മചാരിണിയായി ആരാധിക്കുന്നത്. ജ്ഞാനം, അറിവ്, ഏകാഗ്രത എന്നിവ ലഭിക്കാനായി അമ്മയെ ആരാധിക്കുന്നു. ദൃഢമായ തീരുമാനം, ഉറച്ച മനസ്സ് ഒക്കെ ലഭിക്കാനും ശാന്തമായി വികാരത്തോടെ നല്ല തീരുമാനങ്ങൾ ഉൾക്കൊള്ളാനും അമ്മയെ ആരാധിക്കുന്നതിലൂടെ നമുക്ക് കൈവരുന്നു. ആത്മവിശ്വാസത്തോടെ മുന്നേറാനുള്ള ശക്തി പകരുന്ന ദേവിയാണ് ബ്രഹ്മചാരിണി. രുദ്രാക്ഷമാലയും കമണ്ഡലവുമേന്തി ശുഭ്രവസ്ത്രധാരിണിയായി നഗ്നപാതയായ ദേവിയാണ് ബ്രഹ്മചാരിണി. സ്വാധിഷ്ഠാന ചക്രത്തിന്റെ അധിപതിയായ ദേവി. ചുവന്ന പൂക്കളും താമരയും ഉപയോഗിച്ചാണ് ദേവിയെ പൂജ ചെയ്യേണ്ടുന്നത്. പൂജ ചെയ്യുമ്പോൾ നമ്മൾ ധരിക്കേണ്ടുന്ന നിറം ചുവപ്പാണ്. രാവിലെ അമ്മയ്ക്ക് സമർപ്പിക്കേണ്ടുന്ന നിവേദ്യം പഞ്ചസാരയാണ്. ദേവി മന്ത്രം: ദദാന കരപദമാഭ്യ അക്ഷമാല കമണ്ഡലു ദേവി പ്രസീദതുമയി ബ്രഹ്മചാരുണ്യനുത്തമം. ദേവി സ്തോത്രം: യാ ദേവി സർവഭൂതേഷു മാ ബ്രഹ്മചാരുണ്യരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ.